സ്വാതിവൈഭവത്താൽ സംഗീതത്തിന്റെ കലവറയായി മാറിയ നഗരമാണ് തിരുവനന്തപുരം. സുസ്വരങ്ങളുടെ വളർച്ചയ്ക്ക് വളക്കൂറുള്ള ഈ മണ്ണിൽ നിരവധി സംഗീത പ്രതിഭകൾ പാടി വളർന്നു. തിരുവനന്തപുരത്ത് പാൽക്കുളങ്ങരയിൽ ജനിച്ച് അക്കാലത്തെ കുടുംബ നിയന്ത്രണങ്ങളിൽ വളർന്ന പെൺകുട്ടി ജന്മസിദ്ധമായ കഴിവുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ തന്റെ സാന്നിധ്യം അറിയിച്ചു. സംഗീതത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ നേടുമ്പോൾ ആ ഗായികയ്ക്ക് വയസ്സ് 19. തന്റെ ആലാപന പാടവവും ശുദ്ധമായ സംഗീത സാധനയും കൊണ്ട് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സംഗീതജ്ഞയായും സംഗീതലോകത്ത് കേരളത്തിന്റെ അഭിമാനവുമായി മാറിയ മഹതിയാണ് തലമുറകൾ ആദരപൂർവ്വം അംബിക ടീച്ചർ എന്ന് വിളിക്കുന്ന പ്രൊഫസർ ശ്രീമതി പാൽക്കുളങ്ങര അംബികാദേവി. മഹാവിദ്വാൻമാരിൽ നിന്നും ലഭിച്ച സംഗീതം പാഠാന്തരശുദ്ധിയോടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു എന്നതാണ് അംബിക ടീച്ചർ സംഗീതത്തിന് ചെയ്ത ഏറ്റവും മഹത്തരമായ സേവനം. അംബികാദേവി ഇപ്പോഴും പാടിക്കൊണ്ട് സൗഖ്യമായിട്ട് പാടിക്കൊണ്ടിരിക്കണം. What does it mean to sound Carnatic? That's what I'm referring to when I say Karnatakam. സംഗീതത്തെപ്പറ്റി അവർക്കുള്ള അറിവ്, ഓരോ രാഗത്തിൻ്റെയും സൂക്ഷ്മഭാവങ്ങൾ, കർണാടക സംഗീതത്തിനെ പരിപോഷിപ്പിച്ചിട്ടുള്ള അന്തസ്സത്ത അങ്ങേയറ്റം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ടീച്ചറിന് എല്ലാ ഭാവങ്ങളും ടീച്ചറിൻ്റെ പാട്ട് കൂടാതെ, സംഗീതം കൂടാതെ വളരെ ഡൗൺ ടു എർത്തായിട്ടും വളരെ സൗമ്യമായിട്ടും പെരുമാറുന്ന ഒരു ടീച്ചർ എന്നുള്ളതാണ്. നമ്മുടെ പാരമ്പര്യത്തെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന മഹതിയായിട്ടുള്ള സംഗീതജ്ഞയാണ് പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചർ. സൗന്ദര്യബദ്ധം മയിൽ പൂമ്പിളിച്ചോടു രത്നാഭരണ രുചിരമായ ഗ്രഭാഗെ ചുരുണ്ടു ചേരിൽ പൂമാലയാന്നു വിലസിന ഗജവൂ ചാരുവൻ ഗോപിയോടെ ബാലപ്പൂന്തിങ്കൾ തോലിക്കടുമതിലളിതമോ ഫലവും കണ്ടിടുന്നേ. നമസ്കാരം. ഞാൻ പാൽക്കുളങ്ങര അംബികാദേവി. അച്ഛനമ്മ ഞങ്ങൾ 9 പേരാണ്. 4 ആൺകുട്ടികളും 5 പെണ്ണുങ്ങളും. അതിൽ 8ാമത്തെ ആളാണ് ഞാൻ. എല്ലാവരും കുറേശ്ശെ പാടും. 4 ആങ്ങളമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അച്ഛനാണെങ്കിൽ പാലസിൽ ഹെഡ് അക്കൗണ്ടൻ്റായിരുന്നു. പിന്നെ 8ാമത്തെ പുത്രിയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും സംഗീത വാസനയുള്ളവരാണ്. അമ്മ പാടും. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. അമ്മ എനിക്കൊരു വർണ്ണമൊക്കെ പറഞ്ഞു തന്നത് വെച്ചാണ് ഞാൻ അക്കാഡമിയിൽ ചേരാനായിട്ട് തുടങ്ങിയത്. അന്ന് ചെമ്മൻകുടി സ്വാമിയാണ് പ്രിൻസിപ്പലായിട്ടിരുന്നത്. വലിയ പ്രഗത്ഭരായ അധ്യാപകർ. അപ്പോൾ കൊച്ചുകുട്ടി ഞാനായിരുന്നു. 12 വയസ്സേ ഉള്ളൂ. അവിടെ ഫസ്റ്റ് ഇയർ ഗാനഭൂഷണം 4 വർഷമാണ്.
അത് കഴിഞ്ഞ് പോസ്റ്റ് ഡിപ്ലോമ 2 വർഷം വിദ്വാൻ. അങ്ങനെ 6 വർഷവും റാങ്കോടുകൂടി പാസ്സായി. ആ സമയത്താണ് ആകാശവാണിയുടെ കോമ്പറ്റീഷൻ വന്നത്. അതിന് അപ്ലൈ ചെയ്തു. അവിടെ ജഡ്ജായിട്ടിരുന്നതും ചെമ്മക്കുടി ശ്രീനിവാസൻ, GN ബാലസുബ്രഹ്മണ്യം, പഴനി സുബ്രഹ്മണ്യുള്ള, വെങ്കടേശ്വര റാവു, ഇങ്ങനെ ഇവരൊക്കെയാണ് ജഡ്ജസ് 9 പേര്. മദ്രാസിൽ കോമ്പറ്റീഷൻ പാടിയത് ആഭോഗ്യവർണ്ണവും കഥനവാരിത്തോടി രാഗം പാടി കീർത്തനം 25 മിനിറ്റ്. അത് പാടി കഴിയുമ്പോൾ താങ്ക് യു എന്ന് പറയണേക്കാം സ്റ്റുഡിയോക്കകത്ത്. അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയപ്പം 10 മിനിറ്റ് ഒരു കീർത്തനം പാടണമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ക്ലാസ് ഫിക്സ് ചെയ്യണത്, B ക്ലാസ് ആണോ B ഹൈ ആണോ എന്താണെന്നുള്ളത്. അത് വാടേറ, അതായത് പന്തൂരാളി ഒരു കീർത്തനം. വാടേറ ദൈവമോ മനസാ വാടേറ ദൈവമോ മനസാ വാടേറ ദൈവമോ മനസാ വാടേറ. രണ്ടാമതാണ് ഡൽഹിക്ക് പോയി രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ചത്. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും. മറ്റൊന്നല്ല, ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ വനിത ഞാൻ ഈ അവാർഡ് വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി വന്നിട്ട് കേരളത്തിൻ്റെ പ്രശംസ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ട്രെയിനിൽ വന്നിറങ്ങുമ്പോഴേ ഭയങ്കര സ്വീകരണമായിരുന്നു. കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് അക്കാഡമി, കോളേജായിട്ട് യൂണിവേഴ്സിറ്റി എടുത്തിട്ടില്ല. അവിടെ പഠിപ്പിച്ച പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു എല്ലാം. അത് കഴിഞ്ഞിട്ട് 21 വയസ്സായപ്പോഴാണ് ഈ കല്യാണം. വേലക്കുട്ടി സാറിങ്ങനെ ഒരാളുമായിട്ട് വന്നു. അപ്പോൾ അക്കാഡമി ജോലി മൃദംഗം അന്ന് തുടങ്ങിയിട്ടില്ല. ഞാൻ പഠിക്കുമ്പോൾ മൃദംഗ സെക്ഷൻ വന്ന് അവിടെ ജോയിൻ ചെയ്ത ആളാണ്. ചെന്നൈത്തലക്കാരനാണ്, കൃഷ്ണൻകുട്ടി നായരെന്നാണ് പേര്. അങ്ങനെ വലിയതായിട്ട് ജാതക ചർച്ച ഇല്ലെങ്കിലും കല്യാണം നടന്നു. ശംഖുമുഖ അമ്പലത്തിൽ വെച്ചായിരുന്നു. ഞാൻ 72 മ്യൂസിക് കോളേജിൽ പ്രൊഫസർ ലെക്ചറായിട്ട് കയറി. അത് കഴിഞ്ഞ് 95 പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. നല്ല രീതിയിലുള്ള ഒരു നല്ല പാഠാന്തരം കയ്യിലുള്ളതുകൊണ്ട് നല്ല ധൈര്യമായിരുന്നു ക്ലാസ് എടുക്കാൻ. The first time I heard her sing was when her son played for me when we were going in the car. A recording of her singing Bhasha Narayaniyam by Keshava Pillai. And I remember listening to her singing ragas like Kiravani, Sahana, and so many other ragas. There's a Ragamalika. And what struck me was the ease and the Karnatakam in it. And I say this with a great amount of care because today we say Carnatic music. But what does it mean to sound Carnatic? And that's what I'm referring to when I say Karnatakam. That when you sing a prayogam, when you sing just simple line, even when you hold a note, in the way the voice is given, in the way the tone is held, in the way the emphasis are given to different parts of the line, there is something truly authentically Carnatic about it. And that was what that first struck me. Ambika Devi Madam is a reminder of what true Carnatic music is in its sound and flavor, in its kind of authenticity. And then I had the privilege of learning a few Keshava Pillai compositions from her. She recorded it and she was kind enough to send it to me. And I'm so happy that this year the Music Academy Madras has given her the Sangeeta Kala Acharya Award. But I want to say something, that artists like Professor Ambika Devi should have been celebrated when they were at the prime of their music. Should have been celebrated as performing musicians on stage, where this kind of music must have been offered to people across Karnataka, Kerala, Delhi, Madras, America, anywhere. And I think it is our loss and it is our wrong that we did not give her the recognition and the position that she should have got right then. I'm very happy that it is happening now. അവാർഡ് വാങ്ങിച്ചപ്പോഴേ ഡയറക്റ്റ് B ഹൈ തന്നല്ലോ. അന്ന് തൊട്ട് ആൾ ഇന്ത്യ റേഡിയോയിൽ ആകാശവാണിയിൽ പാടും. പിന്നെ എൻ്റെ അവാർഡ്സൊക്കെ പറയുകയാണെങ്കിൽ രാഷ്ട്രപതി അവാർഡ് കിട്ടിയ ശേഷം എനിക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി 91. 2010 ഫെലോഷിപ്പ് കിട്ടി. ഇതിനിടയ്ക്ക് മദ്രാസിൽ 1.5 മണിക്കൂറുള്ള ഒരു കച്ചേരിയുണ്ട്. ആ കച്ചേരിക്ക് ഏറ്റവും
നല്ല കച്ചേരി എന്നുള്ള ഒരു ബെസ്റ്റ് മ്യൂസീഷ്യൻ എന്നുള്ള ഒരു അവാർഡ് കിട്ടി. പിന്നെ കൊച്ചു കൊച്ചു അവാർഡുകൾ ഒരുപാട് സ്ഥലത്ത് എന്നെ വിളിച്ച് തന്നിട്ടുണ്ട്. പാടിയിട്ട് മെഡലായിട്ടൊക്കെ തന്നിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കച്ചേരികൾ നടത്തി. ഒരുപാട് കേരളം അങ്ങോളം ഇങ്ങോളം, മൈസൂർ, ബാംഗ്ലൂർ, ഇവിടെ എല്ലാം. എനിക്ക് 4 മക്കളാണ്. 4 മക്കളെന്ന് വെച്ചാൽ 4 ആൺകുട്ടികളാണ്. മൂത്തയാളാണ് ഇപ്പം മ്യൂസിക് കോളേജിൽ പ്രിൻസിപ്പലായിട്ടിരിക്കുന്നത്, ഹരികൃഷ്ണൻ. ഏത് വേഷമാണ് അമ്മയുടെ ഉത്തമം എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായൊരു ഉത്തരവില്ല. പാൽക്കുളങ്ങര അംബികാദേവി എന്ന സംഗീതജ്ഞ, അതോ അമ്മയാണോ? ഈ 2 രീതിയിലും എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഞങ്ങളെ വിട്ടുപോയ ഞങ്ങളുടെ അച്ഛൻ, അദ്ദേഹം ഇവിടുത്തെ പ്രൊഫസറായിരുന്നു മൃദംഗത്തിൻ്റെ. അതിനുശേഷം 4 ആൺമക്കൾ, 15 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്കുള്ള 4 ആൺകുട്ടികൾ. വലിയ പിടിപ്പുള്ള സ്ത്രീയൊന്നുമില്ല, സംഗീതം കുറേ കയ്യിലുണ്ട്, നല്ല അധ്യാപികയാണ്. അവിടെ നിന്ന് ഇന്ന് ഞാനീ ഇരിക്കുന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ കസേര വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ പാൽക്കുളങ്ങര അംബികാദേവി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ശക്തിയാണ്. പിന്നെ രണ്ടാമത്തെ ആളാണ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന ശ്യാമകൃഷ്ണൻ. അമ്മ ഉൾപ്പെടുന്ന ശുദ്ധ സംഗീതത്തിൻ്റെ പരമ്പര, അല്ലെങ്കിൽ അതിലൊരു കണ്ണിയാവാനായിട്ട്, അല്ലെങ്കിൽ അതിലൊരു ഭാഗമാക്കാനായിട്ട് ആകാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതിൻ്റെ അടുത്ത ആളിന് സ്വാതി ചെമ്മൻകുട്ടി സ്വാമിയാണ് പേരിട്ടത്, പത്മനാഭൻ എന്ന്. അപ്പോൾ 10 എന്ന് വിളിക്കും ഞങ്ങൾ. അതിൻ്റെ അടുത്ത ആളാണ് ദാസ്, പുരന്ദരദാസ്, പുരന്ദരകൃഷ്ണൻ എന്നാണ് പേരിട്ടത്. അതെല്ലാം എൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് തന്നെ, ഇതെല്ലാം ഈ വീട്ടിനകത്ത് തന്നെ വളരണത്. നമ്മുടെ രാമേന്ദ്രൻ നായർ സാറിനെയാണ് തുളസീവനം എന്ന് പറയുന്നത്. സാറിൻ്റെ കൃതികൾക്കാണ് തുളസീവന കൃതി എന്ന് പറയുന്നത്. സാർ എഴുതി തുടങ്ങിയ സമയം ആദ്യമായിട്ട് പാടുന്നത് ഞാനാണ്. അംബികാദേവി ടീച്ചർ തുളസീവന കൃതികൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ കാലത്ത് വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട്. അംബികാദേവി ടീച്ചർ ഒരു നല്ല അധ്യാപികയാണ് സംഗീതം പഠിപ്പിക്കുന്ന കാര്യത്തിൽ. ഞാൻ ശങ്കരാചാര്യ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിരുന്നു. സർവകലാശാലയിലെ സംഗീത വകുപ്പ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തത് പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചറാണ്. ടീച്ചർ ഒരു നല്ല അധ്യാപികയാണ്, ഒരു നല്ല വ്യക്തിയാണ്. ടീച്ചർക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ആകാശവാണിയിലെ ഉദയഗീതമായിട്ട് നാരായണീയം ശ്ലോകം, അത് KC കേശവരുടെ, അത് കുറേ ഇതായിട്ട് ഒരു 10-12 രാഗത്തിൽ വീണ വെങ്കിട്ടരാമൻ കുറച്ച് ബിറ്റ് വായിക്കും, ഞാൻ രാഗം തുടങ്ങും, അത് പാടും. അങ്ങനെ ശ്ലോകം അത് എപ്പോഴും ഇവിടെ ഉദയഗീതം എത്ര 35 വർഷത്തിൽ കൂടുതലായി. കായാമ്പൂ പോലെയേറ്റം സുമധുരമൊരു തേജസ്സു കാണുന്നു, പീയൂഷേ മുങ്ങി ഞാനങ്ങതിനുട നടുവേ യൗവനാരംഭമോടെ ആനന്ദാൾക്കോൾമയിർ കൊണ്ടൊരു മുനികൾ മറത്തയ്യൽ മാരോ വളഞ്ഞൂനം സേവിക്കുമേകം ശിശുവടിവുമിത ദിവ്യഭവ്യചരം. യൂണിവേഴ്സിറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റിയിൽ കുറേ നാൾ പഠിപ്പിച്ചു. അതിനി പൈ മരുലോകോ നദി അതിനി പൈ മരുലോകോ
పై మరులు కోనది రాతిని పై మరులు కోనది. ശ്രീമതി പാൽക്കുളങ്ങര അംബികാദേവി വളരെ ചെറുപ്പത്തിൽ തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, അക്കാദമിയിലും പഠിച്ചിട്ടുണ്ട്, അക്കാദമിയിൽ ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ ഇവിടെ വന്നും പാടും, പഠിക്കും. എൻ്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ പാടിയിട്ടുണ്ട്. ശ്യാമാശാസ്ത്രിയുടെ സ്വരജതി നല്ല പ്രോഗ്രാം, അത് വളരെ സക്സസ് ആയി. എല്ലാവരും വന്ന് ഒരാഴ്ച വീട്ടിൽ വന്ന് റിഹേഴ്സൽ അതിന് വരുമായിരുന്നു. പാടി വളരെ കൃത്യമായിട്ട് നന്നായി. അംബികാദേവി ഇപ്പോഴും പാടിക്കൊണ്ട് സൗഖ്യമായിട്ട് പാടിക്കൊണ്ടിരിക്കണം. അംബികയുടെ സംഗീതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു തനതായിട്ടുള്ള ശൈലി അംബികയ്ക്കുണ്ട്. അതിൽ ആ കാര്യത്തിൽ പറയുമ്പോൾ അംബിക വാസ്തവത്തിൽ വളരെ അറിവുള്ള ഒരു സംഗീതജ്ഞയാണ്. അത് മാത്രമല്ല, പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും വളരെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള സംഗീതജ്ഞയാണ്. ഇത്രയും ഇമാജിനേഷൻ ഒരു രാഗം ഡെവലപ്പ് ചെയ്യാനും അതേപോലെ ആ രാഗത്തെ വളർത്തുവാനും ഉള്ളൊരു കപ്പാസിറ്റി, അത് അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കേട്ടിരുന്നത്. ഒരു ആരാധന എനിക്കുണ്ടായിരുന്നു ആ സംഗീതത്തിൽ. അതിൽ നിന്ന് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ നമ്മൾ ഒരു സംഗീതജ്ഞയിൽ നിന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്കൊരു ഗുരുസ്ഥാനം തന്നെ കൊടുക്കാം. ടീച്ചറിന് ചില രാഗങ്ങളോടൊരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തോടി രാഗം ടീച്ചറിൻ്റെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. ശുദ്ധമായ സംഗീതമാണ്, അല്ലാതെ ഒരു കടുകട വ്യത്യാസം വന്നാൽ ടീച്ചറിന് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നല്ല അറിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ഒരു ടീച്ചറാണ്. ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ടീച്ചറാണ്. എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ളത് ടീച്ചറിന്റെ പാട്ട് കൂടാതെ, സംഗീതം കൂടാതെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടും വളരെ സൗമ്യമായിട്ടും പെരുമാറുന്ന ഒരു ടീച്ചർ എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. കർണാടക സംഗീതത്തിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും അമൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസിസിസമാണ്. ആ ക്ലാസിസിസത്തിന് ഒരിക്കലും ഒരു കോംപ്രമൈസും വരുത്താതെ നമ്മുടെ പാരമ്പര്യത്തെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന മഹതിയായിട്ടുള്ള സംഗീതജ്ഞയാണ് പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചർ. അംബിക ടീച്ചറിനെ ഞാൻ ഗുരുതുല്യമായിട്ടും അതേസമയം എൻ്റെ അമ്മയുടെ സ്ഥാനത്തുമാണ് കാണുന്നത്. ടീച്ചറുടെ സ്നേഹത്തിന് പാത്രമാവാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. അങ്ങേറ്റം ജ്ഞാനഭാവം ഉള്ള പാട്ടാണ്. രാഗം അതിൻ്റെ എസൻസ് മുഴുവൻ കടഞ്ഞെടുത്ത് ഒരല്പ സമയത്തിനുള്ളിൽ ആ രാഗം റെൻഡർ ചെയ്യാനുള്ള കീർത്തനങ്ങൾ എല്ലാം അതിൻ്റെ ഭാവം ഒട്ടും ചോരാതെ പാടാനുള്ള അംബിക ചേച്ചിയുടെ കഴിവ് അങ്ങേറ്റം അഭിനന്ദനീയമാണ്. ശ്രീമതി പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചർ എനിക്ക് എൻ്റെ അംബിക ആൻറ്റിയാണ്. ഞാനൊരു 5 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ പാട്ട് പഠിക്കാനായിട്ട് എത്തുന്നത്. ഞാൻ ആ വീട്ടിലെ ഒരു കുട്ടിയായിട്ടാണ് വളർന്നതെന്ന് തന്നെ പറയാം. സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ആ വീട്ടിലെ ഒരു മോളായിട്ട് ആണ് അന്ന്. അങ്ങനെ ആയിരുന്നു ഒരു രീതി. അന്നെന്നല്ല ഇന്നും ആ വീട്ടിലെ മോള് തന്നെയാണ്. ഒരു തൻ്റെ ഇടമുള്ള പാട്ട്, രാഗങ്ങൾ പാടുമ്പോൾ, അതേപോലെ കീർത്തനങ്ങൾ പാടുമ്പോൾ, അതിനൊക്കെ അതേപോലെ കച്ചേരികൾ ചെയ്യുമ്പോൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, ഇതെല്ലാം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ല സംഗീതം, അതായത് ശുദ്ധ സംഗീതം എന്താണെന്നുള്ളതും അതിൻ്റെ വഴി, അതിന് എന്തൊക്കെയാണ് കേൾക്കേണ്ടതെന്നും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എൻ്റെ വല്യമ്മ തന്നെയാണ്, അമ്മയും വല്യമ്മയും തന്നെയാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇതുപോലെയുള്ള വലിയ മഹാരഥന്മാരെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ സംഗീത വഴികളെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ സംഗീത ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതൊരു പ്രചോദനമായി ഉൾക്കൊണ്ട് സംഗീത രംഗത്ത് മുൻപന്തിയിൽ വരാനും ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും തീർച്ചയായും കഴിയും എന്ന് ഞാൻ കരുതുന്നു. അംബികാദേവി ടീച്ചർ ചെമ്മാങ്കുടി ബാണിയാണ് കൂടുതലും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ടീച്ചർ പാലക്കാട് KV നാരായണ സ്വാമിയുടെ ആരാധിക കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബിഹാറിലുള്ള സാരമൈന, പിന്നെ കല്യാണി രാഗത്തിലെ ഗാന്ധാരത്തിൽ ന്യാസം ചെയ്യുന്നതൊക്കെ ടീച്ചറുടെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക്
പാടി കഴിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് രാഗം പാടിപ്പിക്കുമ്പോഴും ടീച്ചർ ആ ഒരു ശൈലി കൊണ്ടുവരാൻ പറയുമായിരുന്നു. ഇപ്പോൾ കല്യാണി രാഗത്തിലെ ഗാന്ധാരം പഠിപ്പിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ടീച്ചർ നമ്മൾ പാഠമെല്ലാം കഴിഞ്ഞതിന് ശേഷം കീർത്തനങ്ങളെല്ലാം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അണുകിട വ്യത്യാസം വരുന്ന ടീച്ചറിന് ഇഷ്ടമല്ല. ആ ബാണി അതുപോലെ ഫോളോ ചെയ്യണം. ഒരു 8 പേരിൽ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും തിരിച്ച് ആ മുഖത്തോട്ട് ടീച്ചർ ഇങ്ങനെ കൃത്യമായി കണ്ടുപിടിച്ച് അയാളുടെ അടുത്ത് വീണ്ടും അത് കറക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. ആ കറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പലതവണ പാടും. എത്ര തവണ പാടിയാലും കൃത്യമായി ആ സംഗതി കിട്ടുന്നവരെ ടീച്ചർ ശബ്ദം നോക്കാതെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ ബിഹാഗ് പാടുക ഇങ്ങനെയുള്ള ചില ഒരു പോസസ് എന്ന് വെച്ചാൽ കൺട്രോളാണ്. വോയിസ് ടീച്ചർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തത് നിർത്താനുള്ളൊരു കൺട്രോൾ ടീച്ചറുണ്ട്. അപ്പം എനിക്ക് തോന്നി ഒരു മ്യൂസിഷ്യൻ എന്നുള്ള നിലയിൽ അത്തരം വോയിസ്, അതായത് നമ്മൾ ശ്രോതാക്കൾക്ക് അടുത്തത് എന്താണോ ഫ്രേസ് വെക്കാൻ പോകുന്നതെന്ന് ടീച്ചർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ ഫ്രേസ് മാറ്റും. ടീച്ചറുടെ ചില രാഗങ്ങൾ ബിഹാഗ് പോലെയുള്ള രാഗങ്ങൾ കേട്ടാൽ അങ്ങനെ കേട്ടിരുന്ന് പോകും. നമുക്കതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ ടീച്ചറെ ഞങ്ങൾ തനിച്ചൊക്കെ പാടിക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമായിരുന്നു. അത് നമ്മളെ കൊണ്ട് പറ്റില്ല. അതുപോലെ ആയിരുന്നു ടീച്ചറുടെ ആ ഒഴുക്ക്. ടീച്ചറുടെ സംഗീതത്തിന് ഒരു ഒഴുക്കുണ്ട്. ആ ഒരു ഒഴുക്കിലേക്ക് ഞങ്ങൾക്ക് വീഴാൻ ഇനി അടുത്ത ജന്മം പറ്റിയാൽ ഭാഗ്യം. അംബിക ടീച്ചർ എന്ന കർണാടക സംഗീതജ്ഞയെക്കുറിച്ച് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ശുദ്ധ സംഗീതത്തിൻ്റെ വക്താവ് എന്നായിരിക്കും ഞാൻ പറയുക. ടീച്ചർ ഒരു വളരെ നല്ല അധ്യാപികയും നല്ല ഒരു പെർഫോമറുമാണ്. ഒരു ഗുരുനാഥ എന്ന നിലയിൽ ഏറ്റവും തികഞ്ഞ ഒരാളാണ് ടീച്ചർ. ടീച്ചർ ആദ്യമായിട്ട് പഠിച്ച ഒരു കൃതി എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതെനിക്കിവിടെ പറയണം. ബിഹാഗ് രാഗത്തിൽ ഇരക്കം വരാമൽ എന്ന കൃതിയാണ് ടീച്ചർ ആദ്യമായിട്ട് തന്നെ പഠിച്ചത്. അപ്പോഴാണ് ടീച്ചറുടെ സംഗീതത്തെ പറ്റി ശരിക്കും അറിയാനും അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയത്. കിരക്കം വരാമൽ പോനതെന്ന കാരണം എന്ന കാരണം എൻ സാമി കിരക്കം വരാമൽ പോനതെന്ന കാരണം. അംബിക ടീച്ചറുടെ ഗാനസബര്യ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ടീച്ചർ പാടുന്നതെല്ലാം ശുദ്ധമാണ്, മധുരമാണ്. കർണാടക സംഗീതത്തിന് കേരളം നൽകിയ ഈ ആലാപന തികവിന് സംഗീതാചാര്യ പ്രൊഫസർ പാൽക്കുളങ്ങര കെ അംബികാദേവി ടീച്ചറിന് എന്നും ആയുരാരോഗ്യ സൗഖ്യം. കൗസ്തുഭശ്രീയൊടു മധുരനിളാവോ ചോപ്പഴും കണ്ടവും ശ്രീവത്സം ചേർന്നു ശോഭിച്ചിളകുമല ഹാരങ്ങൾ മിന്നുന്ന നെഞ്ചു നാനാവന്ന പുതുപൂതളിരിവ ഇളകും വണ്ടിനോടൊത്തുമാ